വാർത്താ നിമിഷം തുടരുകയാണ്. സാങ്കേതിക സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കി 4000-ഓളം വിദ്യാർത്ഥികൾ ഒരു മാസമായി ഡിഗ്രി സർട്ടിഫിക്കറ്റിനായി കാത്തിരിപ്പിലാണ്. വൈസ് ചാൻസലർ ഒപ്പിടാത്തതിനാലാണ് ബിടെക്, എംടെക്, എംആർക്ക്, MBA മുതലായ വിവിധ വിഷയങ്ങളിലെ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. വിവരങ്ങളുമായി ആന്റണി ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആന്റണി, ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് വിദ്യാർത്ഥികൾ നേരിടുന്നത്. സർക്കാർ ഗവർണർ തരത്തിലുള്ള പോരൊക്കെ ഒരു വശത്ത് നിൽക്കും, പക്ഷേ ഇതിന്റെ ആത്യന്തികമായിട്ടും ദുരന്തം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. നിലവിൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെയല്ലേ കടന്നു പോകുന്നത്? എബി, ഈ KTUവിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ KTUവിൽ നമുക്കറിയാം, KTUവിലെ മുൻ VC ആയിരുന്ന MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെ പകരക്കാരിയായി താൽക്കാലിക VC ആയി ഗവർണർ ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ VC ആയി നിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് സർക്കാർ നിർദ്ദേശിച്ച ആളെ പരിഗണിക്കാതെ ഗവർണർ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിസ തോമസ് ചുമതലയേറ്റ ഘട്ടം മുതൽ സർവകലാശാലയിൽ നിന്ന് തികഞ്ഞ നിസ്സഹകരണമാണ് ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. അവർ ചുമതലയേൽക്കാൻ ചെന്ന ദിവസം തന്നെ അവർക്ക് രജിസ്റ്റർ പോലും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു നിസ്സഹകരണം ഇപ്പോഴും ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിന് പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ MS രാജശ്രീ പുറത്തായ ദിവസം മുതലുള്ള ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോഴും വൈസ് ചാൻസലർ ഒപ്പിടാതെ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് ചാൻസലറുടെ മുന്നിലേക്ക് എത്തിയാൽ മാത്രമാണ് ചാൻസലർക്ക് ഒപ്പിടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടുത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ ജീവനക്കാരുടെ നിസ്സഹകരണം വലിയ രീതിയിൽ അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4000-ഓളം വിദ്യാർത്ഥികളാണ് സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിൽ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റുമായി പഠിക്കുന്നത്. അതിൽ ഈ പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ തുടർ പഠനം ഉൾപ്പെടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചേ മതിയാവൂ. പക്ഷേ അതിപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ 4000-ഓളം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് ഉള്ളത്. അവർക്ക് ഇപ്പോൾ ഈ പഠനത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. പ്രധാനമായും ഈ ജീവനക്കാരുടെ നിസ്സഹകരണമാണ് പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ സിസ തോമസ് ഇക്കാര്യത്തിൽ ഒരു പരാതി ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയിരുന്നു. പക്ഷേ ഗവർണർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ ഭാവി ഇത്തരത്തിൽ ഈ പോരിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഗവർണറുമായും ഒക്കെ ആയുള്ള പോരിലേക്ക് സർക്കാരൊക്കെ പോകുമ്പോൾ അതിനെ ബാധിക്കുന്നത് ആയിരക്കണക്കിനായ വിദ്യാർത്ഥികളുടെ ഭാവിയാണ്, അവരുടെ തുടർപഠന സ്വപ്നങ്ങളെയാണ്. ആ ഒരു സാഹചര്യം അത് തകർക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ നിലവിൽ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി ഭാരവാഹിയായിട്ടുള്ള RS ശശികുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശികുമാർ, വലിയൊരു പ്രതിസന്ധിയിലൂടെയല്ലേ ഉന്നത വിദ്യാഭ്യാസ മേഖല പോകുന്നത്? ഗവർണർ സർക്കാർ പോരി തുടരുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. എന്നാൽ VC-മാർക്ക് ഒരു തരത്തിൽ പോലും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടാൻ സാധിക്കാത്തൊരു സാഹചര്യം, അത് വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ ബാധിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുന്നത്. അല്ല, കേരളത്തിലെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം കേരളത്തിലെ സർവകലാശാലകളെ വൈസ് ചാൻസലർമാർക്കെല്ലാം തന്നെ പുറത്തു പോകേണ്ടതായിട്ട് വരും. അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. അതനുസരിച്ച് പുറത്തു പോകുമ്പോൾ പകരം വൈസ് ചാൻസലർമാർ, യോഗ്യരായവരെ വൈസ് ചാൻസലർമാരായിട്ട് നിയമിക്കാൻ വേണ്ട പ്രക്രിയ നടക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കേരള സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ ടെക്നോളജി സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രാജശ്രീയെയാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് പുറത്തു പോകേണ്ടി വന്നത്. പകരം ഒരു വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചു, ഡോക്ടർ സിസ തോമസ്. അത് സർക്കാരിന് താല്പര്യമില്ലാത്ത ആളാണെന്നാണ് പറയുന്നത്. സർക്കാരിന്റെ താല്പര്യം നോക്കി അല്ലല്ലോ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്, യോഗ്യതയുള്ള ആളെ നിയമിക്കേണ്ടത്. എന്നിൽ പോലും ഗവർണർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സർക്കാരിനോട്
ആരെ നിയമിക്കണം എന്നുള്ള പ്രപ്പോസൽ തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ കൊടുത്ത ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ പേരായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പിരിച്ചുവിടപ്പെടാനുള്ള നോട്ടീസിൽ നിൽക്കുകയാണ്. രണ്ടാമത്തത് നമ്മുടെ ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഇഷ റോയ് IAS പേരാണ്. ഇഷ റോയ് IAS അക്കാഡമിക് അല്ല, അവർക്ക് ടെക്നോളജിയിൽ ബിരുദമില്ലാത്തതുകൊണ്ട് സർവകലാശാല ചട്ടമനുസരിച്ചും UGC ചട്ടമനുസരിച്ചും വൈസ് ചാൻസലർ നിയമിക്കാൻ യോഗ്യയല്ല. അപ്പോൾ പകരം ഒരു പേര് കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറല്ലാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയർ മോസ്റ്റ് പ്രിൻസിപ്പലായ ടിഷ തോമസിനെ ഗവർണർ നിയമിച്ചതിൽ ഒരു അപാകതയുമില്ല. അത് മാത്രമല്ല, അവർ വളരെ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പലാണ്. ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ജോയിന്റ് ഡയറക്ടറാണ്. അപ്പോൾ അവരെ നിയമിച്ചപ്പോൾ അവരെ ബഹിഷ്കരിക്കാനായിട്ട് സർക്കാരും CPM-ഉം അവിടെ ഉള്ള സിൻഡിക്കേറ്റും തയ്യാറായിരിക്കും എന്നുള്ള നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അവിടെയുള്ള രജിസ്ട്രാർ, കൺട്രോളർ ഉൾപ്പെടെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ഒരു വിഭാഗം ജീവനക്കാരും വൈസ് ചാൻസലർ നിസ്സഹകരിക്കുന്നു. ഇന്ന് 10 ദിവസമായി. അവിടെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം കോടതി തന്നെ ചോദിച്ചാണ്, സർവകലാശാലയ്ക്ക് ഒരു വൈസ് ചാൻസലർ വേണ്ടേ? എഞ്ചിനീയറിംഗ് പാസ്സായി കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് വിദേശത്തൊക്കെ ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പ്ലേസ്മെന്റ് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല. 4000-ഓളം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാനായിട്ട് വൈസ് ചാൻസലർ ടേബിളിൽ എത്തിച്ചിട്ട് അതിന് വേണ്ട ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാനുള്ള പാസ്വേഡ് കൊടുക്കുന്നില്ല. പരീക്ഷയുടെ പേപ്പർ മൂല്യനിർണ്ണയം കഴിഞ്ഞ് വാട്ടുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല. വളരെ ഗുരുതരമായ ഒരവസ്ഥാവിശേഷമാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ചാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ രാഷ്ട്രീയത്തിൽ കളിക്കാനുള്ള വേദിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ പഠിക്കാൻ വരും? ഇപ്പോൾ തന്നെ ഡിഗ്രി കോഴ്സിന് കോളേജുകളിൽ കുട്ടികളില്ല. അവരുടെ ഇപ്പോൾ കുട്ടികളെല്ലാവരും അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ കേരളം എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ 1 ഇതിന് എഡ്യൂക്കേഷൻ ഹബ്ബാക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെല്ലാം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുപോട്ടെ, ഇവിടെ പഠിച്ച് പാസ്സായ മിടുക്കരായിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അവരുടെ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലി നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ അവസ്ഥാവിശേഷമാണ്. ഇത് ഏറ്റവും വലിയ തോന്നിവാസമാണ് നടക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ആരും ഇല്ലാതാവുന്നല്ലോ എന്നുള്ള ദുഃഖമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇവ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് രേഖാമൂലം എഴുതി കൊടുത്തു. പക്ഷേ ഗവർണർ ശക്തമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് സർക്കാർ ടിഷ തോമസിനെ നിയമിച്ചതിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് വരെ ഒരു ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ചാൻസലർക്കെതിരെ സർക്കാർ കേസ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് കേസ് കൊടുക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലർ വേണ്ടേ? ആ വൈസ് ചാൻസലർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയാം ഇന്ന വൈസ് ചാൻസലർ ക്വാളിഫൈഡ് അല്ല എന്ന്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർവകലാശാല ഭരണം നടത്തണമെങ്കിൽ ഇവർ മുൻപ് നിയമിച്ചുള്ള റബ്ബർ സ്റ്റാമ്പുകളായിട്ടുള്ള വൈസ് ചാൻസലർമാർ വരണം. സർവകലാശാല ഭരണം കൈപ്പിടിയിൽ ഒതുക്കണം. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിസിഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ പോലും നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ. തീർച്ചയായും ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വൽക്കരണം തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം വൈസ് ചാൻസലറെ ശുപാർശ ചെയ്യേണ്ടത് സർക്കാരാണെന്നും എന്നാൽ ഡോക്ടർ ടിഷ തോമസിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുകയായിരുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ, ഇപ്പൊ ഹൈക്കോടതിയിൽ ഗവർണർക്കെതിരെ കേസ് വൈകിയിരിക്കുന്നു. അതിലും ഏറ്റവും വലിയ വിശേഷം ഞങ്ങൾ കണ്ടത് ആ കേസ് വൈകിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലുള്ള ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്. ഗവൺമെന്റ് സാധാരണ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഓൺ ബിഹാഫ് ഓഫ് സെക്രട്ടറി ഓർ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറിയും അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ഗവർണറെ പ്രതിയായി കേസ് കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് അവിടുത്തെ ഒരു CPM സഹയാത്രികനായ ഒരു അഡീഷണൽ സെക്രട്ടറി പേര് കൊടുത്തതാണ്. പോട്ടെ, ഇനി അത് വിവാദമാക്കുന്നില്ല, ഞാൻ സാന്ദർഭികമായി പറയുന്നേ ഉള്ളൂ. അവരിപ്പം കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ടിഷ തോമസ് ഈസ് നോട്ട് ക്വാളിഫൈഡ്, തെറ്റാണ്. 2, ഗവൺമെന്റിനെ അറിയിക്കാതെ നിയമിച്ചു എന്നാണ്. ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു. ഗവൺമെന്റിനെ അറിയിക്കുകയും ഗവൺമെന്റ് സജീവ് ഗോപിനാഥിന്റെ പേര് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തേക്കും പിരിച്ചുവിടാനുള്ള നോട്ടീസിലായതുകൊണ്ട് പറ്റില്ല, മറ്റൊരു പേര് തരാനായിട്ട് ഗവർണർ നിർദ്ദേശിക്കുന്നു രേഖാമൂലം. അപ്പോഴേക്കും ആണ് ഇഷ റോയ് IAS പേര് കൊടുത്തത്. അവർക്ക് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായിരിക്കണം, എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് ഉള്ളവരായിരിക്കണം വൈസ് ചാൻസലർ എന്ന്. അപ്പോൾ ഇഷ റോയ് എങ്ങനെ ആക്കാൻ നോക്കും? അല്ലെങ്കിൽ UGC പറഞ്ഞിട്ടുണ്ട് 10 കൊല്ലം പ്രൊഫസർഷിപ്പ് വേണം.
ഇഷാർ റോയ് എങ്ങനെ ആക്കാൻ നോക്കും? അപ്പൊ ഗവർണർ ചെയ്യുന്നത് ശരിയില്ല. അതുകൊണ്ട് പകരം മറ്റൊരു പേര് ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറാവാത്ത അവസ്ഥ വരുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയർ മോസ്റ്റ് പ്രിൻസിപ്പലിനെ നിയമിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നേരത്തെ ഇടതുപക്ഷം നിയമിച്ച പിരിച്ചുവിടപ്പെട്ട രാജർഷിയെക്കാളും സീനിയറാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന സിസ തോമസ്. അവിടെ ഗവർണറുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയില്ല. സർവകലാശാല വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് ഈ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2010 ഇവർ പ്രൊഫസറായിട്ട് പ്രൊമോഷൻ ലഭിച്ചിരുന്നു. അതിനുശേഷം 2019 ജോയിന്റ് ഡയറക്ടറായിട്ട് പ്രൊമോഷൻ ലഭിക്കുന്നു. അപ്പോൾ പറഞ്ഞു വെക്കുന്ന പ്രകാരമുള്ള 10 വർഷത്തെ ആ ഒരു അധ്യാപന പരിചയം അവർക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കോടതി. അതിന്റെ മറുപടി 2010 2009 അവർക്ക് പ്രൊഫസർഷിപ്പ്, കേഡർ പ്രൊഫസർഷിപ്പ് ആണ് കിട്ടിയെങ്കിലും അതിന് മുമ്പ് 2009 മുതൽ അവർക്ക് നോൺ കേഡർ പ്രൊഫസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് കണക്കാക്കുന്നത്. പോട്ടെ. 2, അവര് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നതും ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരേ ശമ്പള സ്കെയിലുള്ള പോസ്റ്റാണ്. ചില ആളുകൾ ഡയറക്ടറായിട്ട് പോകും, കുറെ പേര് പ്രിൻസിപ്പലായിട്ട്. ഇവര് പ്രിൻസിപ്പലായിട്ട് ടീച്ചിങ് ക്ലാസ് എടുക്കണമെന്നുണ്ട്. ഇവർ ക്ലാസ് കൂടെ എടുക്കുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടർ ആണെങ്കിലും ക്ലാസ് കൂടി എടുക്കണമെന്നുണ്ട്. അപ്പൊ സെയിം പോസ്റ്റാണ്. അതുകൊണ്ട് ഈ പീരീഡ് ടീച്ചിങ് ആയിട്ട് കണക്കാക്കാൻ കഴിയും. അത് മാത്രമല്ല, അതല്ലാതെ തന്നെ അവർക്ക് 10 കൊല്ലത്തെ സർവീസ് ഉണ്ട്. ഞങ്ങളതൊക്കെ പരിശോധിച്ചു. ഞങ്ങൾ ഈ പറയുന്നത് സിസ തോമസ് നമ്മുടെ ബന്ധുവോ സ്വന്തമോ ഒന്നുമല്ല. ഞങ്ങൾ നിയമമാണ് നോക്കുന്നത്. അവരുടെ ബയോഡേറ്റ പരിശോധിച്ചപ്പോൾ 100% അവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യയാണ്. ഈ കാര്യം ഇന്ന് സിസ തോമസിന്റെ അഭിഭാഷകനും അതേപോലെ തന്നെ ചാൻസലറുടെ അഭിഭാഷകനും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇന്ന് 1:45 ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. നമ്മൾ എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞാലും ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ദുരന്തം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളല്ലേ? അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്? അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ആർക്ക് വേണ്ടിയാ? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഓരോ കുട്ടിയുടെ വിദ്യാഭ്യാസ അവന്റെ ജീവിതമാണ്. അവരുടെ രക്ഷകർത്താവ് അത്രത്തോളം ആശിച്ചിരിക്കുമ്പോൾ അത് വെച്ച് ഇവിടെ രാഷ്ട്രീയം പന്ത് കളിക്കാനുള്ളതല്ല. അത് ഗവൺമെന്റാണ് കരുതേണ്ടത്. ഗവർണർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന നടപടിയെല്ലാം 100% ചാൻസലർ നിലയിൽ അദ്ദേഹം 100% ശരിയായി ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വൈസ് ചാൻസലർ വരണ്ടേ? ഗവൺമെന്റ് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സിസ തോമസിന്റെ പകരം മറ്റൊരാളുടെ പേര് കൊടുക്കാത്തെന്താ? അപ്പോൾ അവിടുത്തെ ഡയറക്ടറുണ്ട്. ഡയറക്ടറോട് ഗവർണർ ചോദിക്കുമ്പോൾ പറയുന്നത് ഗവൺമെന്റ് ഞങ്ങളെ പോകാൻ സമ്മതിക്കുന്നില്ല. കാരണം ഇഷാർ റോയ് IAS നിയമിക്കണം. കാരണം ഇഷാർ റോയ് IAS അവരുടെ ട്യൂൺ അനുസരിച്ച് പ്രവർത്തിക്കും. കാര്യം യൂണിവേഴ്സിറ്റി 2015 സ്ഥാപിച്ചപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റും സിൻഡിക്കേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്യൂർലി എഞ്ചിനീയറിംഗ് അക്കാഡമിക്സ് മാത്രമായിരുന്നു. അതിനെ കഴിഞ്ഞ 2021 മാർച്ചിൽ ഓർഡിനൻസ് കൊണ്ടുവന്ന് മാറ്റി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തി XMP ബിജുവിനെയാണ് സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരു അപകടം. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ലോക്കൽ നേതാക്കന്മാരെ സിൻഡിക്കേറ്റിൽ വെക്കും. അതിനുശേഷം റബ്ബർ സ്റ്റാമ്പായ ഒരു വൈസ് ചാൻസലർ വയ്ക്കും. അവിടെ നിയന്ത്രിക്കുന്നത് ബിജുവാണ്. അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ വെച്ചിട്ടുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. തീർച്ചയായും രാഷ്ട്രീയവൽക്കരണം തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം കമ്മിറ്റി ഭാരവാഹി ശശികുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസ് ഇന്ന് 1:30 ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൃത്യമായും സിസ തോമസിന് ഇതിനുള്ള യോഗ്യതയുണ്ട് എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഗവർണർ അഭിഭാഷകനും സിസ തോമസിന്റെ അഭിഭാഷകനും ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കുട്ടികളുടെ ഭാവി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. ആന്റണി ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്റണി, ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഇരു കൂട്ടരുടെയും ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ക്യൂവിൽ തുടരേണ്ട ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോഴും ഒരു കാത്തിരിപ്പിലാണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഈ KTU സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിലവിലുള്ളത് എന്ന് വേണം തന്നെ കരുതാൻ. കാരണം അവർ പഠനം പൂർത്തിയാക്കിയിട്ട് കുറെ നാളുകളായി. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് യഥാസമയം കയ്യിലേക്ക് ലഭിക്കുക എന്നത് വിദ്യാർത്ഥിയുടെ അവകാശമാണ്. പക്ഷെ അത് ലഭിക്കാത്തൊരു സാഹചര്യം, അത് കിട്ടാത്തത് മറ്റു പ്രശ്നങ്ങൾ കൊണ്ടല്ല, പകരം ഈ സർക്കാരും
ചാൻസലറായ ഗവർണറും തമ്മിലുള്ള പോരിന്റെ ഭാഗമാണ്. അവർ തമ്മിലുള്ള പോരിന് ബലിയാടാക്കപ്പെടുന്നത് ഒരു പറ്റം വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വസ്തുതയാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ VC നിയമനത്തിൽ സർക്കാരിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാം, ഗവർണറുമായി അല്ലെങ്കിൽ ഗവർണറിന് സർക്കാരുമായും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത് അത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സംസ്ഥാനത്ത് ഏതാണ്ട് 4000-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിൽ BTech വിദ്യാർത്ഥികളുണ്ട്, MTech വിദ്യാർത്ഥികളുണ്ട്, MArch വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിന് കാത്തിരിക്കുന്നത്. മുൻ VC MS രാജശ്രീ അവരെ സുപ്രീം കോടതി പുറത്താക്കിയ ആ ഘട്ടം മുതലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോഴും സർവകലാശാലയിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആ സർട്ടിഫിക്കറ്റ് നേരത്തെ ആ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടണമെങ്കിൽ അത് VCക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾപ്പെടെ VCക്ക് നൽകണം. അതിന്റെ പാസ്വേഡ് ഉൾപ്പെടെ ഇപ്പോഴും താൽക്കാലിക VC ആയി ചുമതലയേറ്റ സിസ തോമസിന് സർവകലാശാലയിലെ ജീവനക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൽ ഇന്ന് ഹൈക്കോടതി ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ ഹൈക്കോടതിയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു അനുകൂലമായ തീരുമാനം എടുത്തേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. അതേസമയം മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ താൽക്കാലിക VC വന്നാൽ സഹകരിക്കുമെന്ന് നേരത്തെ ഈ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് പറഞ്ഞിരുന്നു, അതിന് പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലും ഇപ്പോൾ നടപടി ഉണ്ടായിട്ടില്ല. ഗവർണർ പറഞ്ഞിരുന്നു നടപടിയെടുക്കും, ഈ പ്രശ്നങ്ങൾക്ക് ഈ നിസ്സഹകരണത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ KSU വിദ്യാർത്ഥിയായിട്ടുള്ള യൂണിയൻ അംഗമായിട്ടുള്ള ശ്രീഹരി ഉണ്ട്, ഇപ്പോൾ ലൈനിലുണ്ട്. ശ്രീഹരി, ഗവർണർ സർക്കാർ പോര് തുടർന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ VCമാരുടെ നിയമനവും ഏതാണ്ട് ത്രിശങ്കുവിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കൂടുതലായും തന്നെ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഹലോ ശ്രീഹരി, കേൾക്കാമെങ്കിൽ. ശ്രീഹരി കേൾക്കാമോ? കേൾക്കാം. ശ്രീഹരി, ഗവർണർ സർക്കാർ പോര് തുടരുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം വലിയ ഒരു പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വൈസ് ചാൻസലർമാർക്ക് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നില്ല. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം അവർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതെ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം KSU ടെക്നിക്കൽ വിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി. എന്നിട്ടും ഏകദേശം 4 മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട്. 2022 പാസ് ഔട്ട് ആയവർ ഏകദേശം 4 മാസം ആയിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന തന്നെ പുറത്ത് പോയി പഠിക്കാൻ എല്ലാം ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് സർട്ടിഫിക്കറ്റിന്റെ കാരണം മാത്രം, സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഇപ്പം ഇഷ്യൂ ഉള്ള ഒരുപാട് പേരുണ്ട്. ഈ ഒരു വിഷയത്തെ KSU എങ്ങനെയാ കാണുന്നത്? ഇതിപ്പം പക്ക പൊളിറ്റിക്കലായിട്ടാണ് അപ്പുറത്തെ സൈഡിൽ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇതിപ്പം ഈ വിദ്യാർത്ഥികളുടെ ഭാവിയൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയിലേക്കോ എല്ലാം പോകുന്നുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇനിയും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വേറെ വഴിയില്ല. തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ കാര്യക്ഷമമായി തന്നെ ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആന്റണി തുടരാം. എബി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാങ്കേതിക സർവകലാശാലയിലെ മാത്രം പ്രശ്നമല്ല. നമുക്കറിയാം, ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ UGC മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കുറച്ച് VCമാർ കൂടി 10ഓളം VCമാർ കൂടി സംസ്ഥാനത്തുണ്ട്. ഇവർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്തവർ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു. ആ കേസും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. നിലവിലത്തെ സാഹചര്യം തുടർന്നാൽ, ഈ VCമാരുടെ കാര്യത്തിൽ കൂടിയുള്ള സാഹചര്യം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ മറ്റ് സർവകലാശാല
സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ കൂടി ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ കേരള സർവകലാശാലയിൽ താൽക്കാലിക VC ആണ് ഉള്ളത്. മുൻ VC VP മഹാദേവൻ പിള്ള അദ്ദേഹം റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിയമനം ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ ഭാവിയും തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഈ ഗവർണർ സർക്കാർ പോര് കൊണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം വർഗീസ് പേരേൽ ഇപ്പോൾ ലൈനിലുണ്ട്. സാർ, ഒരു കാര്യം, ഇപ്പോൾ ഈ ഗവർണർ സർക്കാർ പോര് തുടരുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ തന്നെ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമല്ലേ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം വർഗീസ് പേരേൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സാർ, ഗവർണർ സർക്കാർ പോര് തുടരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ VC-മാരുടെ നിയമനങ്ങൾ കൂടി ഇത്തരത്തിൽ തൃശങ്കൂരിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. VC-മാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു? സാർ പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ആനുകാലിക പ്രസക്തിയുള്ള വിഷയത്തെ ചർച്ചയ്ക്കെടുത്ത കേരള വിഷയം അഭിനന്ദിക്കുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമയത്താണ് ഈ ചർച്ച നടക്കുന്നത്. പരീക്ഷ പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലായി, അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ ഞാൻ ചർച്ച കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ശ്രീ RS ശശികുമാർ പറഞ്ഞ ചില ന്യായങ്ങൾ എനിക്ക് രസകരമായിട്ടാണ് തോന്നിയത്. നമ്മുടെ നേരത്തെ അദ്ദേഹം നല്ല കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പലരും ക്വാളിഫൈഡ് അല്ല എന്നുള്ളതാണ്. തുടരാം. നമ്മുടെ ഈ വൈസ് ചാൻസലർമാരുടെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് നമുക്ക് ഉദാഹരണമായിട്ട് കാലടി സർവകലാശാല എടുക്കാം. കാലടിയില് ആദ്യകാലത്ത് LDF ഭരിച്ചപ്പോൾ ഡോക്ടർ KN പണിക്കർ സാറിനെ അവിടുത്തെ VC ആക്കി. KN പണിക്കർ സാറ് സംസ്കൃത ഭാഷാ പണ്ഡിതനായിരുന്നില്ല. അന്ന് ഒരുപാട് വിമർശനം അദ്ദേഹത്തെക്കുറിച്ച് UDF-കാർ പറഞ്ഞു. അതിനുശേഷം UDF അധികാരത്തിൽ വന്നപ്പോൾ ഡോക്ടർ MC ദിലീപ് കുമാറിനെ കാലടി സർവകലാശാല വൈസ് ചാൻസലറാക്കി. അദ്ദേഹം സംസ്കൃത പണ്ഡിതനല്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും കാലാകാലങ്ങൾ ഗവൺമെന്റ് ഇഷ്ടമുള്ളവരെ നിയമിക്കാറുണ്ട്. അപ്പം ഒരു സമയത്ത് ഒരാൾ പ്രതിപക്ഷത്ത് വരുമ്പോൾ ഭരണകക്ഷി ചെയ്യുന്നതിൽ തെറ്റാണെന്നും തിരിച്ച് ഭരണകക്ഷി വരുമ്പോൾ അവർ ചെയ്യുന്നതിൽ ന്യായമാണെന്നും വാദിക്കുന്നത് ന്യായകരമായ കാര്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ പല സർവകലാശാലകളുണ്ട്. KTU തന്നെ കേരള സർവകലാശാലയിൽ നിന്ന് വിഭജിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സർവകലാശാലയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണം കേരള ഗവൺമെന്റ് നിയന്ത്രിപ്പിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല. നമ്മുടെ ഫിഷറി സർവകലാശാലയായാലും കാർഷിക സർവകലാശാലയായാലും ഒക്കെ കേരള ഗവൺമെന്റ് കീഴ്പ്പെട്ട സർവകലാശാലകളാണ്. അതെല്ലാം ഒന്ന് UGC-യുടെ 100% നോംസ് പാലിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടുത്തെ യഥാർത്ഥ അടിസ്ഥാന പ്രശ്നം നമ്മുടെ ബഹുമാനായ ഗവർണർ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കേരള ഗവൺമെന്റിനെ നീങ്ങുന്നതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോ മനസ്സിലാക്കിയത്തോളം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലും പല സംസ്ഥാനങ്ങളിലും പ്രശ്നമുണ്ട്. എവിടെയൊക്കെ BJP-ക്കെതിരായ അല്ലെ കേന്ദ്ര ഗവൺമെന്റിനെതിരായ ഗവൺമെന്റുകളുണ്ടോ അവരെയൊക്കെ ആ ഗവർണർമാരെ വെച്ച് വിദ്യാഭ്യാസമായി ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ലക്ഷ്യമെങ്കിൽ, ഗവർണർമാർ ലക്ഷ്യമെങ്കിൽ അവർ ഈ നിലയിൽ ചെയ്യരുത്. ഗവർണർമാർക്ക് അധികാരമില്ലാത്ത കാര്യമാണത്. അവരുടെ അധികാരത്തിന് അപ്പുറത്തേക്ക് അവർ കൈകടത്തുകയാണ്. ഈ നിലയിൽ പോയാൽ നാളെ UDF വന്നാലും വേറെ പാർട്ടി അധികാരത്തിൽ വന്നാലും അന്നേരം ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് നിയമിക്കുന്ന വൈസ് ചാൻസലറായിക്കോട്ടെ, ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, പക്ഷെ അത് എപ്പോഴും വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ ഏത് പോസ്റ്റ് നിയമിക്കുമ്പോഴും അർഹതയുള്ളവരെ നിയമിക്കാൻ തർക്കമൊന്നുമില്ല. അർഹതയില്ലാത്തവരെ നിയമിക്കാൻ പാടില്ല. അർഹതയുള്ളവരെ നിയമിച്ചാൽ പോലും
അതിനെതിരെ കുറ്റം കണ്ടുപിടിക്കാനും അവരെ പുറത്താക്കുവാനും ഗവർണർമാർ ശ്രമിച്ചാൽ സംഭവിക്കുന്ന നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം ബഹുമാനായ ഗവർണർ ഈ നിലയിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറി പാവപ്പെട്ട നമ്മുടെ കുട്ടികളുടെ ഭാവി ശുഭകരമാക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും നന്ദി ഈ സമയത്ത് പ്രതികരിച്ചതിന്. കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം വർഗീസ് പേരലാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഗവർണർ പിന്മാറണമെന്ന് ഇത്തരത്തിൽ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പിന്മാറണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.